ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മളെ എക്സസൈസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേജ് നമ്പർ 30-ലാണ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഒരു 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയിട്ടിട്ടുണ്ട്. നമുക്ക് ചെയ്തു തുടങ്ങാം. എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? മൾട്ടിപ്ലൈ ദ ഫോളോയിങ് ഫ്രാക്ഷൻ. മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് ഇംപ്രോപ്പറാണ്, മിക്സർ ആക്കണം. ഒരേപോലെ സെയിം HCF ഉണ്ടെങ്കിൽ സെയിം HCF എന്നല്ല, HCF ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യണം. അങ്ങനെ നമുക്ക് നോക്കാം. ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് വൺ ആണ് 2/5 × 5 and 1/4. കണ്ടോ, ഇവിടെ എന്തൊക്കെയാണ്? ഒരു മിക്സഡ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് മിക്സ് ഇട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് മിക്സ് ഇട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിനെ എന്താക്കും? ഇംപ്രോപ്പർ ആക്കും അല്ലേ? ഓക്കെ, എങ്ങനെയാണ്? ഇപ്പൊ 2/5 അതുപോലെ എഴുതട്ടെ. ഓക്കെ, ഇൻറ്റു ഇതിനെങ്ങനെ നമ്മൾ ഇംപ്രോപ്പർ ആക്കുന്നത്? 5 × 4 + 1. എപ്പോഴും പറയണോ അത്? ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററും ഹോൾ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? നമ്മുടെ ന്യൂമറേറ്റർ ആഡ് ചെയ്യണം. പിന്നെ ഡിനോമിനേറ്റർ പറഞ്ഞാൽ സെയിം തന്നെ 4. അപ്പൊ എന്നാ വരും? 2/5 ഇൻറ്റു ഇതെത്ര വരും? 5 × 4 + 1 21. നിങ്ങൾ ഇനിയിപ്പോൾ കുറെ പ്രാക്ടീസ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരുന്ന് എഴുതുന്ന ആവശ്യമൊന്നുമില്ല. ഇത് കാണുമ്പോൾ തന്നെ, ഈ മിക്സഡ് ഫ്രാക്ഷൻ കാണുമ്പോൾ നിങ്ങളുടെ 5 × 4 20 + 1 അതുടനെ അവിടെ വെച്ച് തന്നെ ചെയ്ത് ആൻസർ അങ്ങ് 21 എഴുതിക്കോണം കേട്ടോ. നമ്മൾ തുടക്കമായതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മൾട്ടിപ്ലൈ ചെയ്തതിന് ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാണ്? 42 അല്ലേ? 21 × 2 42, 5 × 4 20. ഓക്കെ, ഇത് നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇപ്പൊ ഇതിങ്ങനെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഇതിപ്പോ ഒരു ഇംപ്രോപ്പർ ആണ്. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണ്. അപ്പൊ നമുക്ക് വേണം മിക്സഡ് ആക്കാം. ഞാൻ ആദ്യം ഒന്ന് സിംപ്ലിഫൈ ചെയ്യട്ടെ. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഇത് രണ്ടും 6ന്റെ മൾട്ടിപ്പിൾസ് ആണ് കണ്ടിട്ട്. 42 ഉം 20. അതായത് 1ന്റെ പ്ലേസിൽ 0 ഉം 2 ഉം കിടക്കുമ്പോൾ നമുക്കറിയാതെ 2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഞാൻ ഇവരുടെ ഒന്ന് HCF എടുത്ത് നോക്കട്ടെ. 20യുടെ ഒക്കെ HCF എടുക്കാം. 2 കൊണ്ടല്ലേ? 21 ഇതെത്ര വരും? 10. ഇനി ഇവരെ രണ്ടുപേരും കൂടെ പറ്റുമോ? ഇല്ല. 21-നും 10-നും കോമൺ ആയിട്ട് എന്തെങ്കിലും ഫാക്ടർ ഉണ്ടോ? ഇല്ല. അപ്പൊ എത്രയായിരിക്കും നമ്മുടെ HCF എന്ന് പറഞ്ഞാൽ? 2 ആയിരിക്കും. അപ്പൊ 2 കൊണ്ട് മേളിലും താഴെയും അങ്ങ് എന്ത് ചെയ്യാൻ പോവാണ്? ഡിവൈഡ് ചെയ്യാൻ പോവാ. അപ്പം എത്ര കിട്ടും നോക്കാവേ. ഇപ്പൊ മേളിൽ ചെയ്യുമ്പോൾ 2 4 1. ഇപ്പൊ എത്ര കിട്ടി? 10. 21/10. ഇപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഒരു ഇംപ്രോപ്പർ. അപ്പൊ ഇതിനെ നമുക്കൊന്ന് എന്താക്കാം? മിക്സഡ് ആക്കാം അല്ലെ? ഇംപ്രോപ്പർ വന്നാൽ മിക്സഡ് ആക്കും. 10 × 2 ആണ് 20. മിക്സ് ആക്കുന്ന പോലെ ഡിവൈഡ് ചെയ്യുക. ബാലൻസ് എത്ര വരും? 1 0 പോകാൻ 1. അപ്പൊ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഷ്യന്റ് ആയിരിക്കും നമ്മൾ ഹോൾ നമ്പറായിട്ട് എഴുതുന്നത്. റിമൈൻഡർ ന്യൂമറേറ്റർ ആകും. ഏതാണ് ഡിവൈസർ? അതായിരിക്കും നമ്മുടെ എന്ത് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. ആൻസർ എത്രയാണ്? 1/10. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നി ഇത്രയും ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇതിനെ അങ്ങ് ചെയ്തിരുന്നെങ്കിലോ എന്ന്. 42/20 നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ. 42/20 അങ്ങ് ആക്കിയാൽ പോരെ. അപ്പൊ എത്ര പ്രാവശ്യം ഉണ്ട് ഇവിടെ? ഇത് തന്നെ 40 വരും, 2 അല്ലേ? അപ്പൊ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എത്ര വരും? ഇവിടുത്തെ ആൻസർ ഇത് എഴുതുവാണെങ്കിൽ എന്നാ വരും? ഇത് എഴുതി 2, ഡിനോമിനേറ്റർ അല്ല റിമൈൻഡർ ആണ് നമ്മുടെ ന്യൂമറേറ്റർ. ഇത് 20. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ 2/20. നമുക്ക് ഇതിനെ ചെറുതാക്കാമല്ലോ. 2നെ 20ക്ക് ഉണ്ടല്ലേ? ഏതിന്റെ മൾട്ടിപ്പിൾസ് ആണ് അവരെ? 2ന്റെ. അപ്പൊ അവരെ 2ന്റെ 1 × 2 2 × 10 ആണ് 20. അപ്പൊ നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. 1/10 എന്ന് തന്നെ സെയിം ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ, ഇവിടെ വെച്ച് ചെയ്ത് ഇതുപോലെ ഇതിന്റെ HCF എടുത്തതിനെ ചെറുതാക്കിയതിന് ശേഷം, അതായത് 21/10 എന്ന് കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കാം, അല്ലെങ്കിൽ നേരിട്ട് വേണമെങ്കിലും ചെയ്തേക്കാം. ഞാൻ 2 രീതിയിൽ ചെയ്ത് കാണിച്ചതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്തു പോകാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 6 and 2/5 × 7/9. ഇപ്പൊ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് തന്നെ എന്താണ്? മിക്സഡാ. അതിന് നമുക്ക് ഇംപ്രോപ്പർ ആക്കിയാലോ? ഓക്കെ, ഞാൻ ഇനി നമുക്ക് എടുത്തിടേണ്ട ആവശ്യമുണ്ട്. ഇവിടെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പോകും കേട്ടോ. നമ്മൾ പഠിച്ച് കുറച്ചായില്ലേ മക്കളെ? ഓക്കെ, ആദ്യം എന്നാ 6 × 5 30. 30 + 2 32/5. എങ്ങനെയാ? ഇവർ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ. അതിൻ്റെ കൂടെ ഇത് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ ഇത് പ്ലസ് ചെയ്യണം കേട്ടോ.
ഓക്കെ, ഇൻറ്റു 7/9. ഇനി എന്താ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്തോ, മൾട്ടിപ്ലൈ ചെയ്ത് 32 ഇൻറ്റു 7 1 7 21 224 ബൈ എത്ര 9 ടു 5 45. ഇത് കോമൺ ആയിട്ടൊന്നും നിൽക്കണ്ട, നിങ്ങൾ അങ്ങനെ നോക്കാൻ നിൽക്കണം. നമുക്ക് ചെറുതാക്കിയതിന് ശേഷം അതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ പിന്നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തു പിന്നെ അതിന് ശേഷം പിന്നെ ഡിവിഷൻ ആണെന്ന് വേണം. നമുക്ക് ഇതും കൊണ്ട് അങ്ങ് ചെയ്യാം. 224 ഞാൻ 45 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. എത്ര പ്രാവശ്യം ഉണ്ട്? 224 തന്നെ എടുക്കണം അല്ലേ? 2 22 224. അപ്പൊ എത്രയാ? 45 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാൻ. എനിക്കും അറിയത്തില്ല 45 ടേബിൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം 224 കിട്ടുന്നിടം വരെ. ഒരു 3 കൊണ്ട് നോക്കാവേ. 135 ആവുന്നുള്ളൂ. അപ്പൊ നമുക്കൊരു 6 നോക്കാം. 4 അല്ല കൂടിപ്പോകും. അപ്പോൾ ഒരു 4 മതി. 2 180 ആകുന്നുള്ളൂ. ഇച്ചിരി കിട്ടും. 5 നോക്കാവേ. നമ്മളിങ്ങനെ മാറി മാറി ചെയ്ത് നോക്കണം. ഏതാ മൾട്ടിപ്ലിക്കേഷനിൽ ഏത് എവിടെ വരെ എടുത്ത് വരുന്ന 25 225. 225 പറ്റില്ല. ഇവിടെ 224 ഉള്ളൂ. അപ്പൊ പറഞ്ഞതുപോലെ എത്രേ പറ്റുള്ളൂ? 4. 45 ഇൻറ്റു 4 എത്രയായിരുന്നു? 180 വരത്തുള്ളൂ. 180 സബ്ട്രാക്ട് ചെയ്തേ 4. പിന്നെ ഇവിടെ നിന്ന് ക്യാരി ഓവർ ചെയ്ത് 12 12 44 ഇല്ലല്ലേ? ഇനിയൊന്നും ഇല്ലല്ലോ. ഓക്കെ, നമുക്ക് എടുത്ത് എഴുതാവേ. ഇതായിരിക്കും നമ്മുടെ 4 റിമൈൻഡർ 44/45. അപ്പൊ എന്നാ ഒരു ആൻസർ? 4 and 44/45. കേട്ടോ, ഇച്ചിരി വലിയ ആൻസർ ആയിട്ടാണ് കിട്ടുന്നല്ലേ. ചെയ്ത് വരുമ്പോൾ തെറ്റായോ എന്ന് തന്നെ എനിക്ക് സംശയം തോന്നി. ഇല്ല, കറക്റ്റ് ആയിരുന്നു ചെയ്തു വന്നത്. ഓക്കെ മക്കളെ, അപ്പം ഞാൻ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണ്ട, നമ്മൾ ഇവിടെ വെച്ച് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കണ്ട. ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്തങ്ങ് ഡിവൈഡ് ചെയ്ത് നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് അങ്ങ് എഴുതിയാ മതി. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചെയ്യാം. നിങ്ങൾ ടെൻഷൻ എടുക്കൊന്നും വേണ്ട കേട്ടോ. അതിങ്ങനെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഈസി ആകും. നോക്കിയേ, 3/2 ഇൻറ്റു 5 and 1/3. ഇതെങ്ങനെ ചെയ്യും? മുമ്പത്തെ പോലെ തന്നെ 3/2 ഇൻറ്റു ഇത് മിക്സഡ് ആണ്. അപ്പൊ നമ്മൾ അതിനെ എന്താക്കും മക്കളെ? ഇംപ്രോപ്പർ. എങ്ങനെ ഇംപ്രോപ്പർ? 5 ഇൻറ്റു 3 15. 15 പ്ലസ് 1 എത്രയാ? 16/3. ഓക്കെ, നമുക്ക് ഇത് ഇവിടെ വെച്ച് വല്ലതും ക്യാൻസൽ ചെയ്യാമെങ്കിൽ അത് ചെയ്തു പോകണ സിമ്പിൾ അല്ലേ? ഇവിടെ വെച്ച് വല്ലതും ക്യാൻസൽ ചെയ്യാവോ? ഉണ്ടല്ലോ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ക്യാൻസൽ ചെയ്യണം. ആരൊക്കെ? അതെ, ഇവിടെ 3. പിന്നെ ഇവർ തമ്മിൽ ആരാ മൾട്ടിപ്പിൾസാ? 2ഉം 6ഉം. ആരുടെ മൾട്ടിപ്പിൾസ്? 2ന്റെ. 2 ഇൻറ്റു 1 2 8 ഇൻറ്റു 2 16. അപ്പൊ ആൻസർ എത്രയാ? ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? 3/2 ഇൻറ്റു 5. അപ്പൊ ആൻസർ എത്ര വരും? ഇവിടെ 1 ഇൻറ്റു 8 8. ഇവിടെ താഴെയല്ല 1 ഇൻറ്റു 1 8/1. ആൻസർ എത്രയാണ്? 8 ആണ് ഇവിടുത്തെ ആൻസർ. ശരിയല്ലേ? ഇവിടെ സിമ്പിൾ ആയിട്ട് കൂടുതൽ ഒന്നിനും പോയില്ല. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നമുക്ക് ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ, മൾട്ടിപ്പിൾസ് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്ത് എഴുതുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പൊ അത് ബൈ പ്രാക്ടീസ്, അത് ബൈ പ്രാക്ടീസ് വഴിയേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഒറ്റയടിക്കൊന്നും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല മക്കളെ. അതിനാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോവുക. അപ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഈസി ആയിരിക്കും അല്ലേ? ഓക്കെ, ഇത് എങ്ങനെ ചെയ്യും? 5/6 ഇൻറ്റു നമ്മുടെ മിക്സഡ് ഫ്രാക്ഷൻ വന്നു ഉടനെ നിങ്ങൾ എന്ത് ചെയ്യാന്? ഇംപ്രോപ്പർ. ഇപ്രാവശ്യം ഇംപ്രോപ്പർ ആക്കി തന്നെ ആരൊക്കെയാ? 7 ഇൻറ്റു 2 7 ഇൻറ്റു 14. 14 പ്ലസ് 3 17/7 അല്ലേ? 14 15. ഓക്കെ, ഇവിടെ എന്തെങ്കിലും മുമ്പത്തെ പോലെ ക്യാൻസലേഷൻ ഉണ്ടോ? ഇല്ലല്ലോ. മേളി 5ന്റെ മൾട്ടിപ്പിൾസ് ഇല്ല, 6ന്റെ മൾട്ടിപ്പിൾസ് ഇല്ല, ഒന്നുമില്ല. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? മൾട്ടിപ്ലിക്കേഷൻ മാത്രം. 7 ഇൻറ്റു 5 35 ഇഷ്ടം 3 5 3 85. ഇവിടെ എത്രയാണ്? 7 42. നമുക്ക് HCF ഒന്നും നോക്കാൻ നിൽക്കണ്ട. നേരിട്ട് 85നെ 42 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 42ന്റെ ടേബിൾ അറിയോ? എനിക്കറിയില്ല. ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാൻ പോവാണ്. 2 കൊണ്ട് നോക്കാം. 84 പറ്റുന്നുണ്ട്. അത്രേ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ 1 ടൈംസ്. അപ്പോൾ 84. ബാലൻസ് 1 അല്ലേ ഉള്ളൂ. ആൻസർ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയേ. 1 and 1/42. ശരിയാണോ നിങ്ങൾക്ക് കിട്ടിയ? 1 and 1/42.
സോറി 1 അല്ലല്ലോ, ഇവിടെ 2 അല്ലേ, 2 ടൈംസ് ഉണ്ടായിരുന്നു. സോറി കേട്ടോ, ഞാൻ എഴുതിയത് ശരി തെറ്റ്. ഓക്കെ, 2 1 ഇത് 2 ഈ 2 1/42. മനസ്സിലായില്ലേ മക്കളെ? ഓക്കെ, നമുക്കിനി 5th വൺ ചെയ്യാവേ. ചില സമയത്ത് ശ്രദ്ധ പോകുന്നോണ്ടല്ലേ, നിങ്ങൾക്കും ചില സമയത്ത് അങ്ങനെ വരാറില്ലേ? എക്സാമിനൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുന്ന സമയത്ത് നമ്മുടെ ആൻസർ പോകും. അതുകൊണ്ട് എനിക്ക് പറ്റിയ ശ്രദ്ധ മാറിപ്പോകല്ലേ. ഓക്കെ, ഇത് വന്ന് നോക്കിയാൽ എത്ര വരും? നമ്മളിത് മിക്സ്ഡ് ആക്കും. എത്രയാ? 5 × 3 15 + 2 17/5. ഇവിടെ എത്രയാണ്? 4/7. ഇവിടെ ക്യാൻസലേഷൻ വല്ലതും ഉണ്ടോ? 5ന്റെ മൾട്ടിപ്പിൾസ് ഇല്ല, 7ന്റെ മൾട്ടിപ്പിൾസ് മേളിലില്ല. അപ്പം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ 7 4 28 2 68/35 അല്ലേ? ഇതിനെ നമുക്ക് എന്തേ പറ്റത്തുള്ളൂ? ഡിവിഷൻ മാത്രമേ പറ്റത്തുള്ളൂ. എത്ര പ്രാവശ്യം ഉണ്ട്? 35 × 2 നോക്കട്ടെ. 2 10 70. അപ്പോൾ പറ്റുമോ? ഇല്ല, ഒറ്റ ടൈംസേ ഉള്ളൂ, ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. അപ്പോൾ എത്ര വരും? 1 × 5 35 ആണ്. 5 3 8 3 3 6. അപ്പൊ ആൻസർ 1/33/35 ആണ്. ആണോ? ഒന്ന് നോക്കിയോട്ടെ. അതെ, 1. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ റിമൈൻഡർ ആണ് നമുക്ക് എപ്പോഴും ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഇച്ചിരി ഈസി ആയിട്ട് വരുന്നില്ല മക്കളെ? സ്പീഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, അടുത്ത് നോക്കാം. 6th വൺ നോക്കാം. 2 and 3/5 × 3. ഇപ്പൊ നിങ്ങൾക്ക് ഈസി ആയി. പറഞ്ഞു, മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? എനിക്കറിയാം, എൻ്റെ മക്കൾ പെട്ടെന്നായി ചെയ്ത് തീർക്കും. 5 × 2 10 10 + 3 13 13/5 × വെറും 3. ഓക്കെ, വെറും 3 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോട്ടെ, ഞാൻ എഴുതിയതിൽ തെറ്റിയോ? ഇല്ല, 3 തന്നെയാണ്. ഞാൻ വിചാരിച്ചു ബാക്കി എല്ലാം ഫ്രാക്ഷൻസ് വന്നിട്ട് അത് മാത്രം ഹോൾ നമ്പർ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? ആദ്യം പഠിച്ച ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? ഹോൾ നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ തെറ്റായിരിക്കാൻ വേണ്ടി അതിന്റെ അടിയിൽ എന്തിട്ട് കൊടുക്കുമായിരുന്നു? 1 ഇട്ട് കൊടുക്കും. തെറ്റ് നമുക്ക് തെറ്റത്തില്ല, അതിന് വേണ്ടി നമ്മൾ 1 ഇട്ടു. ഓക്കെ, മൾട്ടിപ്ലൈ വേറെ ഒന്നുമില്ല, മൾട്ടിപ്ലൈ ചെയ്യാം. 13 × 3 39/5. ഇവിടെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പോവാ? ഡിവൈഡ് ചെയ്യും. എത്ര പ്രാവശ്യം ഉണ്ട്? 5 35 ഇല്ലേ? 5ന്റെ ടേബിൾ അറിയാമായിരുന്നു, എനിക്കറിയായിരുന്നു. ഞാൻ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുത്തു. 5 4 9. ഇനി ഉണ്ടാവല്ലോ? ഇല്ല. അപ്പൊ 7 എവിടെ എഴുതണം? സൈഡ്. റിമൈൻഡർ ന്യൂമറേറ്റർ ഇല്ലേ? 7 and 4/5. ഓക്കെ, ഒരെണ്ണം കൂടെ ഉള്ളൂ, നമ്മളിപ്പൊ തീരും. ഏതാണ്? 3 and 7th വൺ ആണ്. 3 and 4/7 × 3/5. പെട്ടെന്ന് പറഞ്ഞ മക്കളെ, ആൻസർ പെട്ടെന്ന് പറ. 7 × 3 21 21 + 4 25 അല്ലേ? 21 25/7. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ക്യാൻസലേഷൻ ഉണ്ടല്ലോ. 5ന്റെ മൾട്ടിപ്പിൾ സമയങ്ങളിലും താഴെ കിടക്കുന്ന 5 ഉം 25 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 1 × 5 5 5 × 5 25. ഇനി 5 × 3 ന്യൂമറേറ്ററിൽ കിടക്കുന്നത് 7. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതിനെ അങ്ങ് ഡിവൈഡ് ചെയ്ത് എഴുതിയേക്കാം അല്ലേ? 7 ഈ 2 പ്രാവശ്യം. ആൻസർ അപ്പൊ എത്ര വരും? 21 1/7. 21 1/7. ആൻസർ കറക്റ്റാ. ഓക്കെ മക്കളെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മിക്സഡ് ആക്കുമ്പോൾ മിക്സഡ് ആണ്, മിക്സഡിനെ ഒന്ന് ഇംപ്രോപ്പർ ആക്കുമ്പോൾ കറക്റ്റായിട്ട് ആദ്യമേ കയറി ആഡ് ചെയ്യല്ലേ. ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാവുള്ളൂ. അതൊന്ന് കറക്റ്റായിട്ട് എഴുതുക. അതിനുശേഷം നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരുന്ന് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം? അതിനെ തിരിച്ച് ഇംപ്രോപ്പർ കിട്ടുമ്പോൾ എപ്പോഴും നമ്മൾ അതിനെ തിരിച്ച് മിക്സഡ് ആക്കി വേണം ഫൈനൽ ആൻസർ എഴുതാൻ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മക്കളെ. എനിക്കറിയാം നിങ്ങൾ അതൊക്കെ ചെയ്തോളും. ഓക്കെ മക്കളെ, ഇപ്പം എളുപ്പമായില്ലേ? ഒരുമാതിരി ചെയ്തോ എളുപ്പമായില്ലേ? നിങ്ങൾ ഇനി ഇതൊന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കിയേ. എപ്പോഴും പറഞ്ഞ തെറ്റും കേട്ടോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. തെറ്റി നിങ്ങളത് ശരിയാക്കിയെടുക്കും. ഓക്കെ മക്കളെ, എന്നിട്ട് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യാമല്ലോ. ഓക്കെ മക്കളെ, താങ്ക് യു.